ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തില് നന്ദയും പിങ്കിയും കൂടി ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ആ ഒരു ഗൗതമിന്റെ ചതി അവിടെ പിങ്കിയും നന്ദയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവിടെ അഭിരാമിയുടെ മിസ്സിസ് ഗൗതം എന്നാണ് അഭിരാമിയുടെ ആ ഒരു ഷീറ്റിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അതും അഭിരാമിയുടെ ഭർത്താവായിട്ട് ഗൗതമാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് വല്ലാതെ സങ്കടം തോന്നി. ഇതിന്റെ പേരിൽ ഇന്ന് വലിയൊരു കലഹം ഈ ഇന്ദിവരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ നന്ദ എല്ലാ കാര്യങ്ങളും ഇന്ദിവരത്തിൽ പറയുകയും ഗൗതമും നന്ദയും തമ്മിൽ പിരിയാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. ഇന്നത്തോടുകൂടി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ വലിയൊരു വിള്ളൽ തന്നെ വീഴാൻ പോവാണ്. അതോടുകൂടി നന്ദയുടെ ജീവിതം തന്നെ താറുമാറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ദിവരത്തിൽ സംഭവിച്ചത്. അവസാനം നന്ദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ അവിടെ അഭിരാമിയും ഗൗതമും ഇപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലാണ്. എങ്കിലും അവിടെ സുരക്ഷിതമല്ല. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് മാറണമെന്നും എന്നിട്ട് അപ്പോൾ എനിക്കും കുറച്ച് ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് എളുപ്പമാണ് എന്നൊക്കെ ഗൗതമും അഭിരാമിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇന്ന് നന്ദയുടെ ആ ഒരു ഫംഗ്ഷൻ, നന്ദയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷൻ ഇന്നാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു ആദ്യം അഭിരാമിയോട് ഗൗതം പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തപ്പോൾ അഭിരാമി ചോദിക്കുന്നുണ്ട്, ഗൗതം എന്താ അവാർഡിന് പോകുന്നില്ലേ? ഇല്ല, അതിന്റെ സമയം കഴിഞ്ഞു, ഇനി ഞാൻ പോയാലും അത് നടക്കത്തില്ല. അതിന്റെ പേരിൽ നന്ദയും ഭയങ്കര കുറ്റപ്പെടുത്താനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗതം നേരെ ഇന്ദിവരത്തിലോട്ട് പോകുന്നത്. ഈ ഒരു സമയം തന്നെ നന്ദ അരുന്ധതിയോട് വന്ന് പറഞ്ഞു, ഞാൻ ഫംഗ്ഷന് പോകുന്നില്ല. ഫംഗ്ഷന് ഞാൻ ഗൗതം സാറിനോട് വരാൻ പറഞ്ഞതാണ്. അത്രത്തോളം എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു. എന്നാൽ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെയാണ് ഗൗതം സാർ ഇപ്പൊ പെരുമാറിയത്. എനിക്ക് തന്ന വാക്കുപോലും മറന്നു. വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിച്ച് പറഞ്ഞേനെ. അതുകൊണ്ട് ഇനി എനിക്ക് അവാർഡും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഒരിടത്തും വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണ് നന്ദ കയറി പോയത്. ഇതൊക്കെ കണ്ടപ്പോൾ ലക്ഷ്മിക്കും അരുന്ധതിക്കും ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവിടെ നന്ദ കാത്തിരുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷകൾ തകർത്ത ഗൗതമിനോട് അവർക്കും ദേഷ്യമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം കയറി വരുന്നത്. അപ്പോൾ അരുന്ധതിയും ലക്ഷ്മിയൊക്കെ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എവിടെ പോയി, നിനക്ക് എന്താ ഇത്രേ വരാൻ താമസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ വരികയും എന്നിട്ട് ഇതിന്റെ പേരിൽ ഗൗതമിനോട് ദേഷ്യപ്പെടുകയും അഭിരാമി ആരാണെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ തുറന്നു പറയണം. അഭിരാമി ആരാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വലുതായിക്കൊണ്ടേയിരിക്കത്തുള്ളൂ എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പറയാനായിട്ട് ഗൗതം തയ്യാറായില്ല. ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഭിരാമി ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരാളല്ല. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അഭിരാമി എൻ്റെ കൂടെ വന്നതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നൊക്കെ അവിടെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് നന്ദ തയ്യാറാവുന്നില്ല. അവിടെ ഇതിന്റെ ഇടയിൽ പിങ്കിയും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം പിങ്കി ആ ഒരു കാര്യം പറഞ്ഞു, അഭിരാമിക്ക് വേണ്ടിയിട്ടാണ് ഗൗതം ഈ ഒരു ഫംഗ്ഷൻ തന്നെ മാറ്റിവെച്ചതെന്നും നന്ദയെ പോലും മാറ്റി നിർത്താൻ കാരണം അഭിരാമിയാണെന്നും അഭിരാമി ഗർഭിണിയാണ്. അപ്പോൾ അഭിരാമിയെ ശുശ്രൂഷിക്കാനും പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഇവിടെ നിന്ന് ദൂരേക്ക് പോയിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഈ ഫംഗ്ഷന് വരാൻ പറ്റാത്തത് എന്നൊക്കെ പിങ്കി അവിടെ പറഞ്ഞു. അപ്പൊ അത് അപ്പാടെ ഗൗതം ആദ്യം നിഷേധിച്ചു. എങ്കിലും നന്ദ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാനും പിങ്കിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നും അവിടുത്തെ ഷീറ്റില് അഭിരാമിയുടെ പേരുണ്ടായിരുന്നു, അതും മിസ്സിസ് ഗൗതം എന്നായിരുന്നു. അഭിരാമിയുടെ ഭർത്താവിന്റെ പേര് ഗൗതം എന്നും എന്നിട്ട് ഗൗതമാണ് അതിൽ ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ള ഒരു കാര്യം കൂടി നന്ദ പറഞ്ഞപ്പോൾ ആർക്കും അത് തടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതിന്റെ പേരിൽ ഓരോ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും പറയാനായിട്ട് ഗൗതം തയ്യാറായില്ല. അവസാനം ഗൗതം പറഞ്ഞത്, നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് മറുപടി തരാനായിട്ട് എനിക്ക് എന്തായാലും പറ്റത്തില്ല, അതിന്റെ ഒഫീഷ്യൽ കാര്യമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നും എനിക്കിപ്പോൾ തുറന്നു പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും തന്നെയാണ് അവിടെ ഗൗതം പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ അർജുനും ഒരുപാട് സങ്കടം തോന്നി. തന്റെ ഏട്ടനെ ഗൗതം എന്ന് പറയുന്ന തന്റെ ഏട്ടനെ ഒരുപാട് അർജുൻ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഏട്ടൻ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങൾക്ക് ഒരിക്കലും അർജുന് അംഗീകരിക്കാൻ ഒന്നും പറ്റുന്നില്ല. അതിന്റെ പേരിൽ ചെറിയൊരു സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അവസാനം ഗൗതം പറഞ്ഞത്, എനിക്ക് എന്തായാലും ഇതിന് മറുപടി പറയാനൊന്നും പറ്റത്തുമില്ല,
ഞാൻ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ആ വീടിന്റെ പടിയിറങ്ങി. ഗൗതം പോയി അവിടെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്തും നന്ദ പിന്നാലെ പോയതിനു ശേഷം നന്ദ പറയുന്നുണ്ട്, ഇത് ഇത്രയും ധൃതി പിടിച്ചിട്ട് പോയിട്ട് കാര്യം എന്താണ്, കാരണം ഈ ഒരു താലി എനിക്ക് വേണ്ട വേണ്ട എന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. പക്ഷെ ഗൗതം സാറാണ് അത് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അണിയിച്ചതും എന്നെ ഒരു ഭാര്യയായിട്ട് സ്വീകരിച്ചതും. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ ജീവിതം മുന്നോട്ട് വരുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ അഭിരാമിയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അഭിരാമിയുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ വലിച്ചിഴച്ചത് എന്നൊക്കെ പറയുകയും അതിന്റെ പേരിൽ പിങ്കിയും അർജുനും ഒക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവസാനം ഇതിന്റെ ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നും ഇനി ഇതിന്റെ ഉത്തരം നന്ദയ്ക്ക് തരാനായിട്ട് എനിക്ക് ഒരുക്കമല്ല എന്നും നീ ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നല്ല തക്ക മറുപടി കൊടുത്തതിന് ശേഷമാണ് ഗൗതം പോയത്. ഇതൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. അവിടെ അർജുൻ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അർജുൻ പറഞ്ഞു, എന്തായാലും നന്ദ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെന്തായാലും അത് ഗൗതമേട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഞാൻ എന്തായാലും ഗൗതമേട്ടനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിക്കും എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് അവിടെ അർജുൻ പോയത്. ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ നന്ദയുടെ ജീവിതം തകരാൻ വേണ്ടിയിട്ടാണ് പിങ്കി കാത്തിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക. അവിടെ നന്ദയും ഗൗതമും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അഭിരാമിയുടെ കടന്നുവരവും അതോടുകൂടി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതങ്ങൾ തകരുന്നതും. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.